പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാഗേന്ദ്രനും ഡേവിഡും ചേർന്നിട്ട് അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. നാഗേന്ദ്രൻ പറഞ്ഞത് പ്രകാരം ഡേവിഡാണ് മുന്നിൽ നിന്നും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളതും ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ നമ്മുടെ അനഘയെ കൊല്ലാൻ നോക്കിയ വിവരം നമ്മുടെ നന്ദു അറിയുകയും നന്ദു ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഭിയോടുള്ള ആ ഒരു കൂറിനെക്കുറിച്ചും ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണ്. അതുപോലെ തന്നെ നവ്യയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അഭിയുടെ കുഞ്ഞല്ല ചന്തുമോള്, അത് DNA ടെസ്റ്റ് പ്രകാരം കണ്ടെത്തി എന്നുള്ള കള്ളത്തരത്തിലൂടെ നവ്യയെ പറഞ്ഞ് മനസ്സിലാക്കി പറ്റിച്ചതും നമ്മുടെ ഡേവിഡാണ് എന്നുള്ളതും നന്ദു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നന്ദു ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അതേസമയം നമ്മുടെ നയനയാണെങ്കിൽ 3-ാം മാസ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നയനയുടെ 3-ാം മാസ ചടങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് മുത്തശ്ശന് ആ ഒരു ചടങ്ങിൽ കൂടാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിഷമം തീർക്കാനായിട്ട് നല്ലൊരു സ്വർണ്ണമാല തന്നെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. മുത്തശ്ശിയുടെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്. ആ ഒരു സമയത്ത് ചടങ്ങിൽ മുത്തശ്ശനുള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മുത്തശ്ശി വീഡിയോ കോളിലൂടെ ചടങ്ങുകളിൽ നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ട് അത് നേരിട്ട് കാണുന്ന രീതിയിൽ മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് മുത്തശ്ശനെ വളരെയധികം സന്തോഷിക്കുകയാണ്. അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിൽ ആ ചടങ്ങിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവുകയും ഡേവിഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുകയും അതുമൂലം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയുമാണ്. അങ്ങനെ നമ്മുടെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദു ജ്വല്ലറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നീ എന്താ ഇവിടെ, നീ ആ നവ്യയുടെ അനിയത്തിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ വന്നത് കാണുമ്പോൾ നീ എന്നും എടി എന്നും വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്, ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്നൊക്കെ ചോദ്യം ചെയ്യുകയാണ് നന്ദു. ആ ഒരു സമയത്ത് ഡ്യൂട്ടി ചെയ്യാനാണ് നന്ദു വന്നിരിക്കുന്നത് എന്നുള്ളത് ഡേവിഡ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് സോറി മാം എന്ന് പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് തനിക്ക് അനഘയുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് അനഘ, നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നത്, മാഡത്തിന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, മാഡം വേറെ ആരെങ്കിലും വിചാരിച്ച് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരുമല്ല, ഞാൻ നിന്നെ തന്നെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്, നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അനഘയെ നീയൊക്കെ ചേർന്ന് എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഡേവിഡ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവിടെ അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് ഡേവിഡ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഡേവിഡ് ആണ് എന്നുള്ളത് നമ്മുടെ നന്ദു മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. അങ്ങനെ ഡേവിഡിനോട് പറയുന്നുണ്ട്, കൂടുതലൊന്നും ഇനി സംസാരിക്കേണ്ട, ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ കൂടെ വന്നാൽ നിനക്ക് സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീയല്ല ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്കറിയാം, നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വലിയ കണ്ണിയുണ്ട്, അതാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറയുമ്പം നീ ആരെയാണ് പേടിപ്പിക്കുന്നത്, എന്നെയോ, ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്നൊക്കെ ഡേവിഡ് വെല്ലുവിളിച്ച് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, വെല്ലുവിളികളൊക്കെ ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നാക്കാം, വാടോ എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ മറഞ്ഞു നിന്നിട്ട് നാഗേന്ദ്രൻ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. നാഗേന്ദ്രൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എടി, നിൻ്റെ കുന്തളിപ്പ് ഇന്നത്തോടെ തീർത്ത് തരാം, നിൻ്റെ ഈ പ്രായത്തിലുള്ള ചോരത്തിളപ്പല്ലേ, ഇതിനേക്കാളും അപ്പുറം ഞാൻ തീർത്ത് കൊടുത്തവനാണ്, അതുകൊണ്ട് തന്നെ നിന്നെയും ഞാൻ ശരിയാക്കി തരാൻ വേണ്ടി എന്നുള്ള ഒരു മട്ടിലാണ് നാഗേന്ദ്രൻ നിൽക്കുന്നത്.